അസ്തുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നമ്മളെ അലിക്കേം സുഹേലിക്കേം കിടന്ന വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. വെള്ളം ഭയങ്കര കട്ടിയാ, കുടിക്കാനായില്ല എനിക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു സോഡ ആയാലോ? ഒരു സോഡ ഇൻഷാ അല്ലാഹ് നമ്മൾ കുടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എണീച്ചിട്ട് ഒന്ന് നമ്മളെ ഈ പള്ളീൻ്റെ അപ്പുറമുള്ള ജനത സ്റ്റോറിലേക്കൊന്ന് പോകണം. അപ്പോൾ എല്ലാവരും ഒന്ന് എണീച്ചിക്കണോ? ജനതാ സ്റ്റോറിൽ പോയിട്ട് ലത്തീഫ് ക നമുക്കൊരു സോഡ തരും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജനതാ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലത്തീഫ് ഖാണ് ഞാൻ ലത്തീഫ് ക. അപ്പം നിങ്ങൾ ലത്തീഫ് ഖാൻ ചോദിക്കും. ലത്തീഫ് ഖാൻ ചോദിക്കണെന്ത്? ലത്തീഫ് ക ഒരു സോഡ അല്ല, ആയില്ല. അപ്പോൾ ലത്തീഫ് ഖാൻ എന്താക്കൂ? സോഡ എടുക്കൂ. എന്നിട്ട് എന്താക്കൂ? സോഡനെ മൂടി പൊട്ടിക്കൽ എങ്ങനാ അങ്ങനെ പൊട്ടിക്കല്. അപ്പോൾ സോഡ പൊട്ടിച്ച് നമ്മൾ കുടിച്ചാൽ പോരാ. അവസാനം എന്താക്കാന്നറിയോ? ഒരു ആമ്പൊക്കെ ഇടണോ, എന്നാലേ നമുക്ക് റെഡിയാവും. ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ദിവസം കുടിക്കാം. ഒന്ന് ചെയ്ത് നോക്കുക. അതൊക്കെ എല്ലാവരും ഒപ്പരോ ലത്തീഫ് ക ഒരു സോഡ പൊട്ടിക്ക്, എന്നിട്ട് കുടിക്ക്. ഏമ്പക്കം പറഞ്ഞേ. ഒന്നൂടി. അൽഹംദുലില്ലാഹ്, കുടിച്ച പഴത്തിന് ജ്യൂസ് ഇപ്പോഴാണ് റാഹത്തായത് അല്ലേ? അപ്പൊ നമുക്ക് പരിപാടിക്ക് കിടക്കാം. അതാണല്ലേ ഞാൻ എൻ്റെ ആദ്യമായ ഒരു കഥ പറഞ്ഞ് തന്നെ തുടങ്ങാം. കഥ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖ. പണ്ട് നമുക്ക് പീരീഡ് എടുക്കുമ്പോൾ ഹുസൈൻ ഉസ്താദ് എപ്പോഴും കഥ പറയും. അപ്പം ബേക്കിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര സുഖ കഥ കേൾക്കാൻ. കഥ തുടങ്ങാൻ പോവാട്ടോ. കഥ ഇങ്ങനെയാണ്. ഒരു മരുഭൂമിയിലൂടെ ഒരു യാത്രക്കാരൻ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ ഭക്ഷണവും കുടിക്കാനുള്ള പാനീയമൊക്കെ തീർന്നു. അദ്ദേഹം വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട് വളരെ അവശനായി അവിടെ ഇരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? മരണം മുമ്പിൽ കണ്ടു. ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുമ്പിലേക്കൊരു കുടിൽ, ഒരു ചെറിയ വീട് പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ആ വിദൂരത്തുള്ള വീട്ടിലേക്ക് ഗമിക്കാൻ പോവുകയാണ്. കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു വിശ്വാസത്തോടെ പോവുകയാണ്. അങ്ങനെ പോയി അദ്ദേഹം ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ടാപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പ് കണ്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് ആ പൈപ്പ് തുറന്നപ്പോൾ അതിൽ വെള്ളമില്ല. വീണ്ടും അദ്ദേഹത്തിന് വിഷമം, വിശപ്പ്, ദാഹം. ഇനി എന്തു ചെയ്യും? വാട്ട് ടു ഡു? അദ്ദേഹം വീണ്ടും അവിടെ ഇരുന്നു. അദ്ദേഹം ആ വീടിൻ്റെ ഉമ്മറക്കൊലായിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സൈഡിൽ അദ്ദേഹം ഒരു ബോട്ടിൽ വെള്ളം കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് ആ വെള്ളം എടുത്ത് കുടിക്കാൻ പോയപ്പോൾ വീണ്ടും അവിടെ വന്നു ഫിത്ന. ആ ബോട്ടിലിന് മുകളിൽ ഒരു ലെറ്റർ: ഈ വെള്ളം കുടിക്കുന്ന വർഷത്തേക്ക് ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല, പകരം നിങ്ങളുടെ മുമ്പിലുള്ള ടാപ്പിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ടാപ്പിൽ നിന്നും വെള്ളം വരുമെന്ന് ഈ ലെറ്റർ അദ്ദേഹം വായിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്തു ചെയ്യും? ഒരു പക്ഷേ ആ ടാപ്പിലേക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം വന്നില്ലെങ്കിലോ? അദ്ദേഹം വീണ്ടും മരണത്തിലേക്ക് അടുക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ബാക്കിയും അദ്ദേഹം വായിച്ചു. നിങ്ങൾ ഈ ടാപ്പിൽ ഒഴിച്ച വെള്ളത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം നിങ്ങൾ മതിയോളം കുടിച്ച ശേഷം നിങ്ങൾ വീണ്ടും ആ കുപ്പിയിലേക്ക് വെള്ളം നിറച്ചു വെക്കണം, എന്നാലേ ബാക്കിയുള്ള യാത്രക്കാർക്ക് കുടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഇത് കണ്ടു, ഒരു എഴുത്ത് കണ്ടു. അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, ഞാനങ്ങനെ ചെയ്യണോ? അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു എന്ത്? ടാപ്പിലേക്ക് വെള്ളം ഒഴിക്കാൻ. ടാപ്പിലേക്ക് വെള്ളം ഒഴിച്ചു. അങ്ങനെ ഒരു നിമിഷം അദ്ദേഹം കുറെ കാത്തുനിന്നു, വെള്ളം വന്നില്ല. അങ്ങനെ ഒരു 19 സെക്കൻഡിന് ശേഷം ആ ടാപ്പിലേക്ക് നല്ല തണുത്ത വെള്ളം വരികയാണ്.
അദ്ദേഹത്തിന് വേണ്ടതുപോലെ കുടിച്ചു. അദ്ദേഹത്തിന്റെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങാനിരിക്കെ അദ്ദേഹം ഒന്ന് വിശ്രമിക്കാനിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി? നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 2 തീരുമാനങ്ങൾ എടുക്കാം അല്ലേ? ആ കുപ്പി കിട്ടിയപ്പോൾ ഒന്നെന്താക്കാം, അദ്ദേഹത്തിന് കുടിക്കാം. രണ്ടാമത് ആ ടാപ്പിലേക്ക് വെള്ളം ഒഴിക്കാം. പക്ഷേ അദ്ദേഹം കുടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന യാത്രക്കാർക്ക് വെള്ളം കിട്ടാതാകും. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഡിസിഷൻ എടുത്തു, ഒരു തീരുമാനമെടുത്തു. എന്ത്? ടാപ്പിലേക്ക് വെള്ളം ഒഴിച്ച് എനിക്ക് കുടിച്ചാൽ ബാക്കിയുള്ളവർക്കും ഇത് കുടിക്കാൻ ഒരു അവസരമാകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ഡിസിഷൻസും അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യണമെന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം. എന്നാലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ, എന്നേ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് വേറൊരു സംഭവം കേൾക്കാം. ലോകത്ത് ഇന്ത്യ രാജ്യത്ത് 150 കോടി ജനങ്ങളുണ്ട്. ആ 150 കോടി ജനങ്ങളിൽ ഏകദേശം പകുതിയോളം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡ് കപ്പ് മാച്ച്, ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക. ആരും കണ്ടിട്ടുണ്ടോ? അത് ഷാദിയും കണ്ടു. ആ വേൾഡ് കപ്പ് ഞാൻ ജനിച്ച വർഷം നടന്ന വേൾഡ് കപ്പാണ്. അപ്പൊ ഷാദിനെ ബുക്ക ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാല് ഇന്ത്യ ഫൈനലിൽ എത്തി. ആദ്യം ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തത് 1980 എത്രയോ നമ്മുടെ കപിൽ ദേവ് വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിക്കൊടുത്ത ICC വേൾഡ് കപ്പ് നമ്പർ 1 ആൻഡ് നമ്പർ 2 ഫ്രം ദി ഹാൻഡ് ഓഫ് മഹേന്ദ്ര സിംഗ് ധോണി. പക്ഷെ അവിടെ നടന്ന സംഭവം അങ്ങനെയല്ല. ഇന്ത്യ തോൽക്കുന്ന ഉറപ്പിച്ച കളി. ആ ഫൈനലിൽ അതുവരെ കളിച്ച് നമ്മുടെ യുവരാജ് സിംഗ്, തീരെ കളിക്കാത്ത മഹേന്ദ്ര സിംഗ് ധോണി, ഈ 2 പേരും ടീമിലുണ്ട്. പക്ഷേ ശ്രീലങ്ക ബാറ്റ് ചെയ്ത് ഇന്ത്യ ചേസിങ്ങിന് വേണ്ടി ഇറങ്ങി. പക്ഷേ ലാസിത് മലിംഗ എന്ന ഇന്റർനാഷണൽ ബോളറിന്റെ യോർക്കറിന് മുമ്പിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് തകർന്നുപോയി. ഓപ്പണിംഗ് 11 ഇറങ്ങിയ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ വീരേന്ദ്ര സെവാഗും വിരാട് കോഹ്ലിയുമൊക്കെ മുട്ടുമടക്കി. ഇനി ആരുണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ? യുവരാജ് സിംഗ്, മഹേന്ദ്ര സിംഗ് ധോണി, ഇവർ 2 പേരുമുണ്ട്. യുവരാജ് സിംഗ് ആണെങ്കിൽ സീസൺ മൊത്തം അദ്ദേഹത്തിന്റെ റെക്കോർഡാണ്. അപ്പുറം മഹേന്ദ്ര സിംഗ് ധോണി 2 കളി ഡെക്ക്, 3 കളി 15, 1 കളി 20. നാം ശ്രദ്ധിക്കണം ഇതിന്റെ ഈ ഒരു ചരിത്രത്തിൽ, ഈ ഒരു സംഭവത്തിന്റെ പോക്ക്. യുവരാജ് ഇറങ്ങും, ധോണി ഇറങ്ങും, ആരാടങ്ങ? ഇപ്പുറം ലോകത്തിൽ അറിയപ്പെട്ട സ്പിൻ ബോളർ മുത്തയ്യ മുരളീധരൻ നിൽക്കുകയാണ്. ഇന്ത്യ ജനത മൊത്തം കാത്തിരിക്കുകയാണ്, ആരായിരിക്കും വേൾഡ് കപ്പ് അടിക്കാനുള്ള ആ ഒരു സന്ദർഭം കാത്തിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫിനിഷർ എന്ന് ചരിത്രം വിളിക്കപ്പെട്ട മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഡിസിഷൻ എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, തന്റെ ടീം മാനേജ്മെന്റിനോട് പറഞ്ഞു, അടുത്ത വരുന്നത് മുത്തയ്യ മുരളീധരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബോളറാണ്. കാരണം അദ്ദേഹം എൻ്റെ ടീമിലൊരു ബോളറാണ്. മുത്തയ്യ മുരളീധരൻ എന്നുള്ള CSKയിലെ ഒരു ബോളറാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അത് ഇന്ത്യൻ ടീമിൽ ലഭിക്കുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം ആ ഡിസിഷൻ എടുത്തു. പക്ഷെ നാം ഇവിടെ ചിന്തിക്കേണ്ടത്, എങ്ങാനും മുത്തയ്യ മുരളീധരന്റെ ബോൾ ധോണി ഔട്ടായി, യുവരാജ് ഇറങ്ങി, യുവരാജും ഔട്ടായി. പിറ്റേന്ന് പത്രസമ്മേളനത്തിൽ യുവരാജിന് പറയുന്നത്, ധോണി എന്നെക്കാട്ടും മുമ്പ് ഇറങ്ങിയോണ്ടാണ് നമ്മുടെ ഇന്ത്യ ടീം പരാജയപ്പെട്ടത്. അതുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വം ക്യാപ്റ്റന് കൊടുക്കണമെന്ന് പറയാം, തോറ്റിട്ടുണ്ടെങ്കിൽ. പക്ഷേ വിധി അങ്ങനെയല്ല. മുത്തയ്യ മുരളീധരന്റെ ഔട്ട്സ്വിംഗ് ബോളും ലാസിത് മലിംഗയുടെ യോർക്കർ ബോളും സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മാനം കാത്ത മഹേന്ദ്ര സിംഗ് ധോണി എന്ന ആ ഒരു കളിക്കാരൻ, അദ്ദേഹത്തിന്റെ ഡിസിഷനാണ്. ചിലപ്പോൾ ഡിസിഷൻ ഏകദേശം എല്ലാവർക്കും ഡിസിഷൻ എടുക്കാനും, പക്ഷേ ആ ഡിസിഷൻ എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ട് അതിന് നിറവേറ്റാനുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ അത് എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കാമെന്ന് പലർക്കും അറിയില്ല. സുഹൃത്തുക്കളെ, ആ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി 7 നമ്പറാണ്. ഈ വേൾഡ് കപ്പ്, ഒരു ടെസ്റ്റ് വേൾഡ് കപ്പ്, ഒരു T20 വേൾഡ് കപ്പ്, 3 അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് കൊണ്ട് നേടിക്കൊടുത്ത് കഴിഞ്ഞ മാസം BCCI ആ 7 നമ്പറിനെ ആചരിച്ചു. ഇനി ഈ നമ്പർ ഇന്ത്യൻ ടീമിൽ ആയിരിക്കും, ഈ ഒരു ജേഴ്സി നമ്പർ ഇന്ത്യൻ ടീമിൽ ആയിരിക്കും നൽകില്ല എന്ന് BCCI പ്രഖ്യാപിച്ചു. നാം
ഡിസിഷനിലൂടെ നാം എടുത്ത തീരുമാനം അത് എക്സിക്യൂട്ടീവായി നാം അത് വിജയിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തെ നിങ്ങൾക്കറിയോ? അദ്ദേഹം ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിച്ച ഒരാളാണ്. അദ്ദേഹത്തെ ആദ്യത്തെ പരീക്ഷണം വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബൾബ് ആദ്യമായി ലോകത്തേക്ക് പരീക്ഷിക്കാൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുകളിൽ പോയി അദ്ദേഹം ആ ബൾബ് പരീക്ഷിക്കാൻ പോവുകയാണ്. പുറത്തെ ചുറ്റും നാട്ടിലെ മുഴുവൻ ആളുകളും ലോകത്താദ്യമായി വെട്ടം കാത്തിരിക്കുകയാണ്. അദ്ദേഹം മേലോട്ട് കയറി ബൾബ് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സർവന്റിന്റെ കയ്യിൽ നിന്ന് ആ ബൾബ് താഴോട്ട് കൊണ്ട് പൊട്ടി. നാട്ടുകാർ കളിയാക്കി, എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ മാറ്റവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡിസിഷൻ ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം വീണ്ടും പരിശ്രമിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ബൾബ് കണ്ടുപിടിച്ചു, ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒരു പക്ഷേ അന്ന് എഡിസൺ എങ്ങാനും ആ ബൾബിന്റെ പ്രക്രിയ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തുന്ന ലൈറ്റിന്റെ പകരം ഒരുപക്ഷെ ചൂട്ടായിരിക്കാം. നാം എപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആംബിഷൻസിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ എന്തിനാടാ പഠിക്കുന്നത്, പടച്ചൻ നമ്മളെ വെറുതെ അല്ലല്ലോ ഉണ്ടാക്കിയത്, എന്തെങ്കിലും അവസരം നമുക്ക് തരും, ഇപ്പം നമുക്ക് കളിക്കുക എന്നുള്ള കോൺസെപ്റ്റുമായി ധാരാളം സുഹൃത്തുക്കൾ നമ്മൾ അടുത്തേക്ക് വരും. പക്ഷെ നമ്മൾ അവിടെയൊന്നും അവർക്ക് വീണ് കൊടുക്കരുത്. നാം ഒരിക്കലും വീണ് കൊടുക്കരുത്. നാം വീണ്ടും മുന്നോട്ടേക്ക് ഗമിക്കണം. എങ്കിലേ നമ്മളെ വിജയത്തിന് അർത്ഥമുള്ളൂ. നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നാം പരമാവധി ഹാർഡ് വർക്കോടുകൂടി, സ്മാർട്ട് വർക്ക് പരമാവധി ഒഴിവാക്കി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഗമിക്കുക. എങ്കിലേ നമ്മുടെ ഉദ്ദേശം, നമുക്ക് തീരുമാനം നമുക്ക് കൈവരിക്കാനാവുകയുള്ളൂ. വേറൊരു ചരിത്രം കൂടി നമുക്ക് പറയാം. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, അദ്ദേഹം ഒരു അടിമവംശജനാണ്. അമേരിക്കയിൽ അന്ന് വളരെയധികം ബുദ്ധിമുട്ടിപ്പെട്ട ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് എബ്രഹാം ലിങ്കൺ, അല്ലേ? അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ 2 തവണ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അടിമവംശജനായതുകൊണ്ട്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു, വീണ്ടും നഷ്ടം. കുറച്ചുകൂടി വലുതായപ്പോൾ അച്ഛനും മരിച്ചു, അവിടെയും നഷ്ടം. ജീവിതത്തിൽ തോൽവികൾ മാത്രം, സങ്കടങ്ങൾ വന്നു. ശേഷം ആകെ ഉണ്ടായിരുന്ന സഹോദരിയും ഗർഭിണിയായിരിക്കെ മരണപ്പെട്ടു. വീണ്ടും സങ്കടം, വീണ്ടും പരാജയം. പക്ഷെ അദ്ദേഹത്തിന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച് വലുതായി അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കൊണ്ട് അടിമത്തത്തെ വർഗത്തെ നാം സേവിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇച്ഛയുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പൊരുതി. ശേഷം അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു, ആ ഭാര്യയും മരണപ്പെട്ടു. ശേഷം അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ വീണ്ടും പരാജയം. കടങ്ങൾ മൊത്തം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവന്നു, അവിടെയും പരാജയം. പിന്നെ അദ്ദേഹം മനസ്സിലാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ രാഷ്ട്രീയം വേണം. അദ്ദേഹം ഇലക്ഷനെ മത്സരിച്ചു, അതിലും പരാജയം. 2ാമത് ഇലക്ഷനെ മത്സരിച്ചപ്പോഴാണ് അദ്ദേഹം ആദ്യമായി വിജയിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വെച്ചൊരു കയറ്റമാണ്. അദ്ദേഹം പിന്നെ അമേരിക്കൻ പ്രസിഡന്റായി. അദ്ദേഹത്തിന് ഇന്ന് ലോകം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ താഴെ ലെവലിൽ നിന്നും മുകളിലേക്ക് അദ്ദേഹത്തിന് ഡിസിഷന് വേണ്ടി വന്നു. അദ്ദേഹം വിജയം കൈവരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ചരിത്രം ഓർമ്മപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്ന ഷാഹിദ് നാം എപ്പോഴും വിസ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ജീവിതം മുഴുവനും പരാജയമായിരുന്നു. 8 തവണ സിവിൽ സർവീസ് എക്സാം പൊട്ടി. അതുപോലെ തന്നെ സിവിൽ സർവീസിന് പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, അവിടെയും പുറത്താക്കപ്പെട്ടു. ഫീസ് അടിക്കാൻ പണമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തെ ഒരിക്കലും മാറ്റാതെ 2 വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു സിവിൽ സർവീസ് സർവന്റായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളും തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം കൈവരിക്കുകയാണ്. പടച്ചറബ് നമുക്കും അങ്ങനെ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് പടച്ചറബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.